Hi everyone, welcome to TOS Academy. സെറ്റ് സുവോളജി എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: When males are produced from unfertilized egg, it is termed as. Options: Teletoki, Deuterotoki, Archenotoki, all of these. ഈ ഒരു ടോപ്പിക്ക് പാർത്തനോജെനസിസ് ഡെവലപ്മെന്റൽ ബയോളജിയിൽ പാർത്തനോജെനസിസ് അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റുമാണ്. സോ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് മെയിൽസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അർഹനോട്ടോക്കി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോഴും ഓർക്കുക, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഫോം ചെയ്യുന്നത് മെയിൽസ് ആണെങ്കിൽ, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് മെയിൽസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അർഹനോട്ടോക്കിയാണ്. ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ഈ ചോദ്യം വരികയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് മെയിൽസിന് പകരം ഇവിടെ ഫീമെയിൽസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. വെൻ ഫീമെയിൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്, അങ്ങനെയാണെങ്കിൽ ഉത്തരം അവിടെ തെലിടോക്കി വന്നേനെ. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഫീമെയിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ തെലിടോക്കി. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം, ഡ്യൂട്രോട്ടോക്കി. അപ്പൊ അതായത് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് രണ്ടും ഫോം ചെയ്യുകയാണെങ്കിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ഡ്യൂട്രോട്ടോക്കി ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് ടേംസ് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പാർത്തനോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇത് വരുന്നത്. The next question, statement which is not applicable to Urey-Miller experiment. എവല്യൂഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് യൂറി-മില്ലർ എക്സ്പെരിമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നോട്ട് ആപ്ലിക്കബിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അതായത് റോങ് ആൻസർ. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യൂറി-മില്ലർ എക്സ്പെരിമെന്റിൽ they used a high energy gas chamber filled with water vapor, ammonia, methane and hydrogen. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. യൂറി-മില്ലർ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണ്? വാട്ടർ വേപ്പർ, അമോണിയ, മീത്തേൻ, ഹൈഡ്രജൻ. അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എനർജി വാസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രിക് സ്പാർക്ക് യൂസിംഗ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഓപ്ഷൻ ബിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കുക, ഓക്സിഡൈസിംഗ് എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ബയോജനിക് സിന്തസിസ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. യൂറി-മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എർത്തിന്റെ എൻവയോൺമെന്റ് ആണ് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പ്രിമിറ്റീവ് എർത്തിന്റെ പ്രത്യേകത എന്താണ്? ഓക്സിജൻ അവിടെ ആബ്സെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എൻവയോൺമെന്റ് ഈസ് റെഡ്യൂസിങ്, ഓക്സിഡൈസിങ് അല്ല, റെഡ്യൂസിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഓക്സിഡൈസിങ് എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ബയോജനിക് സിന്തസിസ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് എന്നാണ്. അപ്പൊ അത് കറക്റ്റ് അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്സിഡൈസിങ് അല്ല, അവിടെ എന്തായിരുന്നു ശരി ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത്? റെഡ്യൂസിങ് ആയിരുന്നു. Then last option, interaction of gases resulted in the biogenic synthesis of organic molecules. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Question, trisomy condition at 18th chromosome is known as. Options: Down syndrome, Edwards syndrome, Patau syndrome, Credouchet syndrome. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചോദ്യം, 18ാമത്തെ ക്രോമസോമിൽ ട്രൈസോമി കണ്ടീഷൻ വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ അത് ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? എഡ്വേർഡ് സിൻഡ്രോം ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ട്രൈസോമി കണ്ടീഷൻ ക്രോമസോം നമ്പർ 18. ഇനി ഇത് തന്നെ ഓപ്ഷൻ എ നോക്കുക, ഡൗൺ സിൻഡ്രോം പറഞ്ഞിട്ടുണ്ട്. ഡൗൺ സിൻഡ്രോം സെയിം ഇതേപോലെ തന്നെയുള്ള ട്രൈസോമി കണ്ടീഷൻ ആണ്, പക്ഷെ 18ാമത്തെ ക്രോമസോം അല്ല. It is the trisomy condition of the chromosome number 21. ഓപ്ഷൻ സി നോക്കാം, പെറ്റാവു സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെ വരുന്നതാണ്. ട്രൈസോമി കണ്ടീഷൻ ക്രോമസോം നമ്പർ 13. ഓപ്ഷൻ ഡി നോക്കാം, ക്രെഡൂച്ചാറ്റ് സിൻഡ്രോം. ക്രെഡൂച്ചാറ്റ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് ട്രൈസോമി കണ്ടീഷൻ അല്ല. ഇറ്റ് ഈസ് ദ ഡിലീഷൻ ഓഫ് ഷോർട്ട് ആം ഓഫ് ക്രോമസോം നമ്പർ 5. 5ാമത്തെ ക്രോമസോമിന്റെ ഷോർട്ട് ആം ഡിലീറ്റഡ് ആവുന്നതാണ് ക്രെഡൂച്ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ട്രൈസോമി കണ്ടീഷൻ ക്രോമസോം നമ്പർ 18. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, എഡ്വേർഡ് സിൻഡ്രോം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ്.
Dinosaurs became extinct during the period of options Triassic, Jurassic, Cretaceous, Mesozoic. ഈ ഒരു ടോപ്പിക്ക് വരുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിലാണ്. ഇപ്പൊ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ അവിടെ നമുക്ക് ഇയോൺ, എറ, പീരിയഡ്, എപ്പോക്സ് ഇതെല്ലാം പഠിക്കാനുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. അത് മൂന്നും പീരിയഡ്സ് ആണ്. മീസോസോയിക്കിൽ ഇറയാണ്. മീസോസോയിക് ആണ് ഇറയായിട്ട് വരുന്നത്. മീസോസോയിക്. സോ മീസോസോയിക് എന്ന് പറയുന്ന ഈ ഒരു ഇറയില് 3 പീരിയഡ്സ് ആണ് വരുന്നത്. And the first one is Triassic. And the second one is Jurassic. And the third one is Cretaceous. The ചോദ്യം നോക്കുക. ഡൈനോസേഴ്സ് എക്സ്റ്റിൻറ്റ് ആയത് ഏത് പീരിയഡിൽ എന്നാണ് ചോദ്യം. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പീരിയഡ് എന്ന് പറയുന്നത് ജുറാസിക് ആയിരിക്കുമല്ലോ. അപ്പൊ ജുറാസിക് എന്തായാലും അറിയാം. അവിടെ ഡൈനോസേഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്തൊരു പീരിയഡ് ആണ്. ജുറാസിക്കില് ഡോമിനേറ്റ് ആണ് ചെയ്തത് അല്ലേ. കൂടുതലായിട്ട് കാണപ്പെട്ടത് ജുറാസിക് പീരിയഡിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജുറാസിക്കിന് തൊട്ട് മുന്നേ വരുന്ന പീരിയഡ് ഏതാണ്? ട്രയാസിക്. അപ്പൊ ട്രയാസിക്കിലാണ് ഡൈനോസേഴ്സ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. ഡോമിനേറ്റ് ചെയ്തിട്ടില്ല, അപ്പിയർ ചെയ്ത ഒരു പീരിയഡ് ട്രയാസിക് ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ പീരിയഡ് ഏതാണ്? മീസോസോയിക് എറയിലെ മൂന്നാമത്തെ പീരിയഡ് ഏതാണ്? ക്രെറ്റേഷ്യസ്. അപ്പൊ ക്രെറ്റേഷ്യസിലാണ് ഡൈനോസേഴ്സ് എക്സ്റ്റിൻറ്റ് ആയത് അല്ലെ. നമുക്കത് ഓർത്ത് വെക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ. 3 പീരിയഡ്സ് ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ട്രയാസിക്കിൽ ഡൈനോസേഴ്സ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തു, ജുറാസിക്കിൽ ഡോമിനേറ്റ് ചെയ്തു, ക്രെറ്റേഷ്യസിൽ എക്സ്റ്റിൻറ്റ് ആയി. ഈ 3 പീരിയഡ്സും ഇറ്റ് ബിലോങ്സ് ടു ദി ഇറ മീസോസോയിക്. ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ഇറ പീരിയഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ഈ ഓരോ പീരിയഡ്സിലും നടക്കുന്ന മേജർ ആയിട്ടുള്ള ഇവന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ഈസ് ഓപ്ഷൻസ് ബ്രാഡിക്കാർഡിയ, ടാച്ചിക്കാർഡിയ, ഫൈബ്രിലേഷൻ, നൺ ഓഫ് ദീസ്. ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഡിക്കാർഡിയ ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാഡിക്കാർഡിയ, ടാച്ചിക്കാർഡിയ രണ്ടും മാറിപ്പോവാണ്ട് നോക്കുക. അപ്പൊ ഇവിടെ ഫ്യൂവർ ദാൻ 60 മിനിറ്റ്സ് ആണ് അല്ലെ. 60 മിനിറ്റ്സ് അതായത് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റിനേക്കാളും ഹാർട്ട് ബീറ്റിനേക്കാളും കുറവ് വരുന്നത്, ദാറ്റ് ഈസ് ബ്രാഡിക്കാർഡിയ. ടാച്ചിക്കാർഡിയ മീൻസ് നേരെ ഓപ്പോസിറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് ടാച്ചിക്കാർഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ ഓർത്താൽ മതി. ബി ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ടി വന്നത്. സോ അതുകൊണ്ട് ബി ലോ ആയിട്ട് എടുക്കുക, ടി ഹൈ ആയിട്ടും എടുക്കാം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് മാറിപ്പോവാണ്ട് നോക്കിയാൽ മതി. ഫ്യൂവർ ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ഇസ് ബ്രാഡിക്കാർഡിയ, ബട്ട് അറ്റ് ദ സെയിം ടൈം നോർമൽ ബീറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ the right answer would be tachycardia. The next question taxonomy base ചെയ്തിട്ടുള്ളതാണ്. Which of the statement given below about different taxa is false? Wrong statement ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു question it is based on the monophyletic group, paraphyletic, polyphyletic. അത് മൂന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അതെന്താന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇപ്പൊ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയഗ്രാം തന്നെ വളരെ ക്ലിയർ ആണ് എന്താന്നുള്ളത്. 3 ഗ്രൂപ്പ്സും അതിന്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. മോണോഫൈലറ്റിക് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻസെസ്റ്റർ ആൻഡ് ഓൾ ഇറ്റ്സ് ഡിസെൻഡൻസ്. ഈ ഒരു ഷെയ്ഡഡ് ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ആൻസെസ്റ്ററും ഉണ്ട്, അതിൽ നിന്ന് വരുന്ന എല്ലാ ഡിസെൻഡൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് മോണോഫൈലറ്റിക് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡയഗ്രാം അബൌട്ട് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. It includes ancestor and some but not all its descendants. Shaded portion മാത്രം നോക്കിയാൽ മതി. അവിടെ കോമൺ ആൻസെസ്റ്റർ വന്നിട്ടുണ്ട്, പക്ഷേ ആൻസെസ്റ്ററിന്റെ എല്ലാ ഡിസെൻഡൻസും അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഈ ഭാഗം നോക്കുക. ഇത് പാരാഫൈലറ്റിക് ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന്റെ ആൻസെസ്റ്റർ ഏത് തന്നെയാണല്ലോ. സോ ദാറ്റ് ഈസ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. Then polyphyletic group എന്ന് പറയുമ്പോൾ it includes 2 convergent descendants but not a common ancestor. ഡിസെൻഡൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഷെയ്ഡഡ് പോർഷൻ നിങ്ങൾ മാത്രം നോക്കുക അല്ലെ. ആ ഡിസെൻഡൻസിന്റെ കോമൺ ആൻസെസ്റ്റർ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കോമൺ ആൻസെസ്റ്റർ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഈ ഷെയ്ഡഡ് പോർഷന്റെ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ആൻസെസ്റ്റർ ഇത് വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിന്റെ ആൻസെസ്റ്റർ ഇവിടെ വരും. പക്ഷെ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ എ അല്ല കോമൺ ആൻസെസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കോമൺ ആൻസെസ്റ്റർ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെയാണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൾ ആനിമൽസ് ഇൻ എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഡെവലപ്പ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ ഫ്രം
but all descendants of that form are not included in the group. അത് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എല്ലാ ഡിസെൻഡൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. All descendants are included in the case of monophyletic. Second statement, all organism in a paraphyletic group have a common ancestor, but the group does not include all the descendants of the recent common ancestor. അത് കറക്റ്റ് ആണ് അല്ലെ? പാരാഫൈലറ്റിക്കിന്റെ ഡയഗ്രാം നോക്കിയ കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, പക്ഷെ എല്ലാ ഡിസെൻഡൻസും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സം ആർ മിസ്സിംഗ്. ദാറ്റ് ഈസ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. മൂന്നാമത്തെ നോക്കുക, ടാക്സോണമിക് ഗ്രൂപ്പ് ദാറ്റ് കണ്ടെയ്ൻ ഓർഗാനിസം ദാറ്റ് ഡിസെൻഡൻസ് ഓഫ് മോർ ദാൻ വൺ ആൻസിസ്റ്റർ ആർ കോൾഡ് പോളിഫൈലറ്റിക്. പോളിഫൈലറ്റിക്കിന്റെ ഗ്രൂപ്പിൽ മോർ ദാൻ വൺ ആൻസിസ്റ്റർ ഉണ്ട്. കാരണം അവിടെ കോമൺ ആൻസിസ്റ്റർ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല, പക്ഷെ കോമൺ ആൻസിസ്റ്റർ അല്ലാണ്ട് ബാക്കിയുള്ള റീസെന്റ് ആൻസിസ്റ്റേഴ്സ് ആയിട്ട് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ദ പോളിഫൈലറ്റിക് ഗ്രൂപ്പ്. ഇനി നാലാമത്തെ നോക്കുക. സോ മൂന്നാമത്തേത് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, if all organisms in a group have developed from a common ancestral form and all descendants of that form are included in the group, then the group is said to be monophyletic. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ മോണോഫൈലറ്റിക്കിന്റെ. അവിടെ ഒരു കോമൺ ആൻസിസ്റ്ററും ഉണ്ട്, എല്ലാ ഡിസെൻഡൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. സോ ദാറ്റ് ഇസ് എ മോണോഫൈലറ്റിക്. ഇവിടുത്തെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അല്ലെ, ആദ്യത്തേത് മാത്രമാണ് ഇവിടുത്തെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഡി ഒള്ളി. ഓപ്ഷൻ ഡി 1 ഒള്ളിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. The next question, with respect to the transport of glucose across cell membrane, which of the following is true? ഇത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, GLUT1, that is glucose transporter 1, it is involved in the transport across erythrocyte membrane, അതായത് RBC membrane. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. GLUT1 എറിത്രോസൈറ്റ് മെംബ്രെയിനിലാണ് വരുന്നത്. രണ്ടാമത്തെ നോക്കുക, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2, that is GLUT2, it is involved in the transport across membranes of intestinal cell and liver cell. Intestinal cell and liver cell ആണെങ്കിൽ GLUT2, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 3, it is involved in the transport across neuronal membrane, while glucose transporter 4, it is involved in the transport across striated muscle membrane. മൂന്നാമത്തതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ നമുക്ക് ശരി ഉത്തരമായിട്ട് വേണ്ടത് ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3 are true. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സും എവിടെയെല്ലാമാണ് കാണുന്നത് വ്യക്തമായിട്ട് നോക്കുക. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 1 ആണെങ്കിൽ RBC മെംബ്രെയിൻ, 2 ആണെങ്കിൽ intestinal and liver cell, 3 neuronal membrane, 4 striated muscle membrane. Next question, homologous organs are. ഇത് എവല്യൂഷനിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് അവിടെ ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ്, അങ്ങനെ രണ്ട് ടോപ്പിക്സ് അവിടെ വരുന്നുണ്ട്. കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷനിൽ വരുന്ന ടോപ്പിക്സ്. ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. സിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ, സിമിലർ ഇൻ ഒറിജിൻ ബട്ട് സിമിലർ ഇൻ ഫംഗ്ഷൻ. ഓപ്ഷൻ സി ഡിസിമിലർ ഇൻ ഒറിജിൻ ആൻഡ് സിമിലർ ഇൻ ഫംഗ്ഷൻ. ഓപ്ഷൻ ഡി ഡിസിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ. ആദ്യം ഹോമോലോഗസ് ഓർഗൻസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആകും. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലിംസ് ഓഫ് ഹ്യൂമൻ, അതേപോലെ തന്നെ വെയിൽ, ബാറ്റ്, ഇത് മൂന്നും നമുക്കൊരു ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇത് മൂന്ന് നോക്കുവാണെങ്കിൽ ഈ മൂന്ന് സ്പീഷ്യസിന്റെ ഓർഗൻസ് ലിംസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഉണ്ട്, വെയിൽ ഉണ്ട്, ബാറ്റ് ഉണ്ട്. ഈ മൂന്ന് സ്പീഷ്യസിന്റെയും ലിംസ് എടുക്കുവാണെങ്കിൽ മൂന്നും സിമിലർ ആണ്, അനാറ്റമിക്കലി സിമിലർ ആണ്. പക്ഷേ അനാറ്റമിക്കലി സിമിലർ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന് മൂന്നിനും സിമിലർ ഒറിജിൻ ആണ്. സിമിലർ ഒറിജിൻ മീൻസ് ദേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. അവിടെ കോമൺ ആൻസെസ്റ്റർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അനാറ്റമിക്കലി അവർക്ക് സിമിലർ സ്ട്രക്ചർ വരുന്നത്. പക്ഷേ ഇവരുടെ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്, ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ഡിഫറെന്റ് എന്ന് പറയുന്നത്? ഈ മൂന്ന് സ്പീഷീസ് നോക്കിയാൽ ആദ്യത്തേത് ഹ്യൂമൻ. ഹ്യൂമൻ എവിടെയാണ്? അല്ലെ നമ്മൾ കൂടുതലും ടെറസ്ട്രിയൽ ആണ്. ദെൻ രണ്ടാമത്തെ നോക്കുക വെയിൽ. വെയിൽ എന്ന് പറയുമ്പോഴേക്കും അത് പൂർണ്ണമായിട്ട് അക്വാട്ടിക് ആണ്. അപ്പൊ ഹ്യൂമൻസിന് ലിംസിലുള്ള ഫംഗ്ഷൻ അല്ല വെയിൽസിൽ വരുന്നത്, അല്ലെ, സ്വിമ്മിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ നോക്കുക ബാറ്റ്. ബാറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അത് ഫുൾ ഏരിയലാണ്, അല്ലെ.
അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ട്. ഫംഗ്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ദേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ അല്ലെ, അവരുടെ ലിംസിനെല്ലാം സിമിലർ ഒറിജിൻ ആണ് വന്നിരിക്കുന്നത്. സോ ശരി ഉത്തരം ഏതായിരിക്കും ഇവിടെ? ഓപ്ഷൻ എ ആണല്ലോ, സിമിലർ ഇൻ ഒറിജിൻ. കോമൺ ആൻസെസ്റ്റർ ആണ് അവിടെ വരുന്നത്, ബട്ട് ദേ ഹാവ് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ. Replication of DNA take place during which phase of cell cycle? അതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ M phase of cell cycle, G1 phase of cell cycle, G2 phase of cell cycle, S phase of cell cycle. ഇതാണ് സെൽ സൈക്കിളിന്റെ പ്രധാനപ്പെട്ട 4 ഫേസസ് എന്ന് പറയുന്നത്. കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: G1, S, G2, അതേപോലെ തന്നെ M. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് എസ് ഫേസ്. കാരണം ഈ ഒരു ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. G1 ഫേസിലാണെങ്കിൽ ഈ റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക, അതാണ് G1 ഫേസിൽ നടക്കുന്നത്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ, റെപ്ലിക്കേഷൻ ഓഫ് DNA ഏത് ഫേസിലാണ് നടക്കുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. അതായത് അവിടെ DNA റെപ്ലിക്കേഷൻ അല്ലേ നടക്കുന്നത്, ദാറ്റ് ഈസ് സിന്തസിസ്. അപ്പൊ അതാണ് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടത് M ഫേസ് ആണ്. M ഫേസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഡിവിഷൻ ഫേസ് ആണ്. അപ്പൊ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിലാണല്ലോ വരുന്നത്, ദാറ്റ് ഈസ് മൈറ്റോസിസ്, അതേപോലെ തന്നെ മിയോസിസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ഇതേപോലെ തന്നെ സെൽ സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസ് ആൻഡ് ഓൾസോ മൈറ്റോസിസ്, മിയോസിസ്, അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ടോപ്പിക് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ് ഇൻ കണക്ഷൻ വിത്ത് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. ഈ ഒരു ചോദ്യത്തിലും ചോദിച്ചിരിക്കുന്നത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. Allelic frequency at an autosomal locus in a population will not change from generation to generation. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് എന്താണ്? അല്ലീലിക് ഫ്രീക്വൻസീസ് ജനറേഷൻ ടു ജനറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. സോ ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. The next statement, individuals of the population exhibit non-random mating, mutation and migration. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ലല്ലോ, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇത് റോങ് ആണ്. കാരണം ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം പറയുന്നത് എന്താണ്? അവിടെ റാൻഡം മേറ്റിംഗ് ആയിരിക്കണം, നോൺ റാൻഡം. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. റാൻഡം മേറ്റിംഗ് ആയിരിക്കണം, മാത്രമല്ല മ്യൂട്ടേഷൻ ആൻഡ് മൈഗ്രേഷൻസ് അവിടെ സംഭവിക്കാനായിട്ട് പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദേ എക്സിബിറ്റ് നോട്ട് റാൻഡം മേറ്റിംഗ്, മ്യൂട്ടേഷൻ ആൻഡ് മൈഗ്രേഷൻ എന്നാണ്. അതുകൊണ്ടാണ് ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അടുത്തത്, the genotypic frequency of a population are determined by the allelic frequencies in a predictable way. Again, that's the correct statement. The last statement, a genetic equilibrium will be re-established within 1 generation of random mating. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്, ബേസ്ഡ് ഓൺ ദി ആനിമൽ ഇന്ററാക്ഷൻ. അപ്പൊ തന്നിരിക്കുന്നത് മ്യൂച്വലിസം, കമൻസാലിസം, പ്രിഡേഷൻ, അമെൻസാലിസം. അതിന്റെ റെസ്പെക്റ്റീവ് ഇന്ററാക്ഷൻ ഏതാണോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നോക്കാം, മ്യൂച്വലിസം. മ്യൂച്വലിസം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. മ്യൂച്വലിസത്തിന് നമുക്കറിയാം ടൈപ്പ് ഓഫ് ആനിമൽ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതില് 2 ആനിമൽസ് അതിൽ ഇൻവോൾവ് ആയിരിക്കും, 2 ഓർഗാനിസംസ്. 2 പേർക്കും അത് മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കും. 2 പേർക്കും അത് മ്യൂച്വലി ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് മ്യൂച്വലിസം. ഇപ്പൊ 2 പേർക്കും ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്ലസ് പ്ലസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആയിട്ടാണല്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മ്യൂച്വലിസം കറക്റ്റ് ആൻസർ ഏതാണ്? A4. A4 നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻ ബിയിലും ഡിയിലും A4 വരുന്നുണ്ട്. ഇനി അടുത്ത നോക്കാം, കമൻസാലിസം. കമൻസാലിസത്തിന്റെ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അത് +0 ആണ്. +0 റൈറ്റ് ആൻസർ. B3 ആണ്. B3 നോക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ ഡിയിലും B3 വന്നിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് വീണ്ടും നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അടുത്ത നോക്കാം, സി നോക്കാം, പ്രിഡേഷൻ. പ്രിഡേഷൻ എങ്ങനെയാണ്? ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്.
സോ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ മാച്ച് ചെയ്യാം? സി കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതിലേക്കാണ്? C2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി അല്ലേ അപ്പൊ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി മാച്ച് ചെയ്യാനുണ്ടല്ലോ ഫൈനലി. അമെൻസാലിസം. അമെൻസാലിസം എന്താണ്? അമെൻസാലിസം -0 ഇന്ററാക്ഷൻ ആണ്. സോ D1 ആണ് ശരി ഉത്തരമായിട്ട് വന്നത്. സോ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം ക്ലിയർ ആയി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. A4 that is mutualism plus type of interaction. B3 commensalism +0. C2 predation +- type of interaction. And D amensalism -0 ആണ്. സോ 1 ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇവിടെ ഇന്ററാക്ഷൻ ടൈപ്പ് മാത്രമല്ല കേട്ടോ, ഈ ഓരോ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷന്റെ എക്സാമ്പിൾസിനും കൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. The next question, which type of blastula is seen in insect? ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് സീലോബ്ലാസ്റ്റുല, സ്റ്റീരിയോബ്ലാസ്റ്റുല, ഡിസ്കോബ്ലാസ്റ്റുല ആൻഡ് പെരിബ്ലാസ്റ്റുല. ഇതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഡെവലപ്മെന്റൽ ബയോളജിയിൽ. ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, അത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ബ്ലാസ്റ്റുല സ്റ്റേജ് തന്നിട്ട് അതിൽ ഇൻസെക്റ്റിൽ കാണുന്ന ബ്ലാസ്റ്റുല സ്റ്റേജ് ഏതാന്നാണ് ചോദ്യം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഇൻസെക്ട്, അതേപോലെ തന്നെ റെപ്റ്റൈൽസ്, ഫിഷസ്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻസെക്ട് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇൻസെക്റ്റിൽ കാണുന്ന ബ്ലാസ്റ്റുല ടൈപ്പ് ഏതാന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഏതാണ്? The right answer is periblastula. Option D ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. The next question, genetics base ചെയ്തിട്ടാണ് വരുന്നത്. A gene influences 2 or more seemingly unrelated phenotypic trait is termed as. Option pseudogene, codominant, pleiotropic and cryptic genes. അപ്പൊ ചോദ്യം എന്താണ്? ഒരു സിംഗിൾ ജീൻ, ഈ ജീൻ it influences 2 or more seemingly unrelated phenotypic traits. അതായത് ഒരു ജീൻ കൂടുതൽ ക്യാരക്ടേഴ്സ്, അതായത് അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. പല ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു എ സിംഗിൾ ജീൻ. അപ്പൊ അതിനെ പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ സ്യൂഡോ ജീൻ ഉണ്ട്, കോഡോമിനന്റ്, പ്ലിയോട്രോപ്പിക്, ക്രിപ്റ്റിക് ജീൻസ്. ഇതും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പ്ലിയോട്രോപ്പിക് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. The next question, a phase contrast microscope is used. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഫേസ് കോൺട്രാക്ട് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈവ് ആയിട്ട് നമുക്ക് സ്പെസിമിനെ കാണാനായിട്ട് സാധിക്കും, ലൈവ് സ്പെസിമിൻ. അപ്പൊ 4 ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തേത് ലോക്കലൈസ് സെൽ സ്ട്രക്ചർ സ്റ്റെയിൻഡ് വിത്ത് ഫ്ലൂറോക്രോംസ്. The next, to study cells and components in a living state using a phase difference in light phase. And option C, for increasing resolving power. And finally, for obtaining X-ray diffraction pattern of DNA. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണല്ലോ. ടു സ്റ്റഡി സെൽസ് ആൻഡ് കോമ്പണൻസ് ഇൻ എ ലിവിംഗ് സ്റ്റേറ്റ് യൂസിങ് എ ഫേസ് ഡിഫറൻസ് ഇൻ ലൈറ്റ് റേസ്. മറ്റൊരു ചോദ്യം നോക്കാം. Mutation that leads to the replacement of purine by another pyrimidine. It is known as. Option transition, transversion, frame shift mutation, missense mutation. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം ഒരു പ്യൂറിൻ മാറി അനദർ പിരമിഡിൻ, അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരാം, പിരമിഡിൻ മാറി പ്യൂറിൻ, എന്ത് വേണേലും ആകാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനെ എന്താണ് പറയുന്നത്? Here the right answer is ഓപ്ഷൻ ബി, ട്രാൻസ്വേർഷൻ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. The correct answer is ഓപ്ഷൻ ബി, ട്രാൻസ്വേർഷൻ. ഇനി നിങ്ങളൊന്ന് ഓപ്ഷൻ എ നോക്കാം. ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം ഒരു പ്യൂറിൻ മാറി അനദർ പ്യൂറിൻ വരികയാണെങ്കിൽ അത് ട്രാൻസിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പിരമിഡിൻ മാറി അനദർ പിരമിഡ് വരികയാണെങ്കിലും അത് ട്രാൻസിഷൻ ആയിരിക്കും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് ട്രാൻസ്വേർഷൻ ആണ്. അതായത് പ്യൂറിൻ മാറി പിരമിഡിൻ വരുമ്പോൾ, മ്യൂട്ടേഷൻ മൂലം പ്യൂറിൻ മാറി പിരമിഡിൻ വരുമ്പോൾ അത് ട്രാൻസ്വേർഷൻ ആണ്. മ്യൂട്ടേഷൻ മൂലം പ്യൂറിൻ മാറി മറ്റൊരു പ്യൂറിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസിഷനും ആണ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ട്രാൻസ്വേർഷൻ.